ഹലോ സഹോദരി സഹോദരന്മാരെ, ഞാൻ ജെയ്സൺ ചാക്കോ. 2011 കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടെ കടന്നുപോയി. അഥവാ നാം നമ്മുടെ നിത്യമായ ലക്ഷ്യത്തിലേക്ക് ഒരു വർഷം കൂടി അടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എണ്ണപ്പെട്ട നാളുകൾ മാത്രമാണ്. എന്നാൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റോക്ക് എടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമല്ല, അത് അത്യന്താപേക്ഷിതവുമാണ്. കാരണം നാം നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയാണ്. നിത്യത എന്ന് പറഞ്ഞാൽ അതിന് ആരംഭവും ഇല്ല, അവസാനവുമില്ല. അത് എന്നേക്കും ഒരുപോലെ ആയിരിക്കും. എന്നാൽ നമ്മുടെ നിത്യമായ ജീവിതം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ എന്നേക്കും ആനന്ദിക്കുന്നതിനായിട്ടാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം ദൈവവുമായിട്ട് ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പമില്ല. ദൈവമെന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥയിലെ കഥാപാത്രമല്ല. പലരെയും സംബന്ധിച്ചത് അങ്ങനെയായിരിക്കാം. പക്ഷേ യഥാർത്ഥമായ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ പിതാവായ ഒരു ദൈവം ജീവിക്കുന്നു. ഈ ഭൂമിയെ, നാം കാണുന്ന ഈ ഭൂമിയെ, ഈ ആകാശഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മക്കളോടൊപ്പം എന്നേക്കും സന്തോഷം അനുഭവിക്കുന്ന നിത്യമായ ആനന്ദത്തിൻ്റെ സ്വർഗീയ മണ്ഡലത്തിൽ ജീവിക്കേണ്ടതിനാണ്. എന്നാൽ തന്നെ പോലെ തന്നെ സ്വതന്ത്രമായി ഇച്ഛയും സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുമുള്ള കഴിവുള്ളവരായിരിക്കണം തൻ്റെ പുത്രന്മാർ, തൻ്റെ മക്കളെന്ന് തീരുമാനിച്ച ദൈവം അവർക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകി. ദൈവം നന്മയെ സ്നേഹിക്കുന്നവനാണ്. നന്മയെ സ്നേഹിക്കുന്നത്, നന്മ ചെയ്യുന്നത് നിത്യമായ ജീവിതത്തിന് അനിവാര്യമാണ്. എന്നാൽ തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകിയപ്പോൾ മനുഷ്യൻ തിന്മ തിരഞ്ഞെടുത്തു. ഇന്ന് മനുഷ്യന് വന്നിരിക്കുന്ന എല്ലാ കെടുതികൾക്കും, വേദനകൾക്കും, രോഗങ്ങൾക്കും, മരണത്തിനും കാരണം മനുഷ്യൻ തിന്മ തിരഞ്ഞെടുത്തതാണ്. കാരണം തിന്മയോടുകൂടെയുള്ള, സ്വാഭാവികമായി തിന്മയോടുകൂടെ അതിൻ്റെ പ്രത്യാഘാതം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വീണുപോയ, ദുഃഖത്തിലാഴ്ന്നുപോയ, പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടും രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നി ദൈവം തൻ്റെ പുത്രനെ നമുക്കുടെ പാപത്തിന് പരിഹാരമാകുവാൻ ഭൂമിയിലേക്ക് അയച്ചു. ഒരു മനുഷ്യനെ പോലെ, ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന ക്രിസ്തു നമ്മുടെ പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിൽ മരിച്ച് പ്രായശ്ചിത്തമായ ബലിയായി. തൻ്റെ മരണത്തിൽ, തൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന നമുക്ക് പാപങ്ങൾ മോചനവും രക്ഷയും നൽകുവാനായി ദൈവം മനസ്സ് വെച്ചു. ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയ പദ്ധതി അതാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിനായി
ഏൽപ്പിക്കുന്നവരുടെ ജീവിതത്തിലെ പാപങ്ങളും ശാപങ്ങളും നീക്കി അവരെ അനുഗ്രഹിച്ച് ദൈവപുത്രന്മാരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം പാപം ചെയ്തു പോയി എന്നുള്ളതല്ല ഇവിടെ ഏറ്റവും പ്രധാനമായ വിഷയം. മറിച്ച് കാരണം എല്ലാവരും പാപം ചെയ്തു പോയവരാണ്. മറിച്ച് ആ പാപികളെ രക്ഷിക്കുവാനായി ദൈവം ഒരുക്കിയ പദ്ധതിക്ക് വിധേയപ്പെടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഇനി നമ്മളുടെ നിത്യമായ ജീവിതം ഇരിക്കുന്നത്. പാപത്തിൽ തുടരുകയും തിന്മയിൽ സ്നേഹിക്കുകയും പാപത്തിൽ തുടർമാനമായും തിന്മയിൽ രസിക്കുകയാണെങ്കിൽ, തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, തിന്മയുടെ മൂർത്തിരൂപമായ പിശാചിനോടും അവന്റെ അനുയായികളോടുമൊപ്പം ദൈവം അവർക്കായി ശിക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന തീ പൊയ്കയിൽ എന്നേക്കും പീഡനം അനുഭവിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നറിഞ്ഞുകൊള്ളുക. എന്നാൽ ഇപ്പോൾ ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സ് വെക്കുക. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടൊരു ആഗ്രഹം ഹൃദയത്തിലുണ്ടാകുക. പാപത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ മനസ്സ് വെക്കുക. ക്രിസ്തുവിനായി ജീവിക്കുവാനായി ഏൽപ്പിക്കുക. ജീവനുള്ള ദൈവവുമായി, പിതാവായ ദൈവവുമായി ഒരു സജീവമായ ബന്ധം ഇപ്പോൾ സ്ഥാപിക്കുക. അതുകൊണ്ട് ദൈവം പറയുന്നു, പാപി തൻ്റെ വഴികളെ വിട്ട് തിരിഞ്ഞ് എന്നിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കും. വീണ്ടും ദൈവവുമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവം അവന് അവസരം നൽകും. ദൈവമകനായി തീരുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ കടന്നുപോയപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെയും ദൈവവുമായിട്ട്, ഒരു ജീവനുള്ള ദൈവവുമായിട്ട് ഒരു സജീവമായ ബന്ധവും ഒരു ഉടമ്പടിയും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവം മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഒരുക്കിയ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി സ്വീകരിച്ച് ആ യേശുവിൽ വിശ്വസിച്ച് യേശുവിനായി ജീവിതം അർപ്പിച്ച് നന്മയ്ക്കായി ജീവിതം അർപ്പിക്കുവാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ, ഇന്ന് വരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവവുമായി ഒരു ദൈവത്തിൻ്റെ പുത്രരായി നിങ്ങൾ തീരുകയും നിത്യമായ സ്വർഗീയ ജീവിതത്തിന് നിങ്ങൾ യോഗ്യനായി തീരുകയും ചെയ്യും. സ്വർഗത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടും. നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടും. ഒരു പാപി ഭൂമിയിൽ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെയും ദൈവദൂതന്മാരുടെയും മധ്യേ സന്തോഷമുണ്ടാകുന്നുവെന്ന്, മഹാസന്തോഷമുണ്ടാകുന്നുവെന്ന് യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം ഒരു സാങ്കല്പിക സ്ഥലമല്ല. സ്വർഗം യഥാർത്ഥമാണ്. ദൈവം യഥാർത്ഥവാനാണ്. എന്നാൽ നാം ആ ദൈവവുമായി ഈ ഭൂമിയിൽ വെച്ച് ജീവിക്കുന്ന കാലത്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കാത്ത പക്ഷം, ആ സത്യദൈവത്തിൽ വിശ്വസിക്കാത്ത പക്ഷം, നാം നിത്യമായ ദണ്ഡനത്തിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് അകപ്പെട്ടു പോകുമെന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കടന്നു പോയപ്പോൾ എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുക. സാധാരണയായി വ്യാപാര സ്ഥാപനങ്ങൾ അവരൊരു വർഷം പൂർത്തിയാകുമ്പോൾ മാർച്ച് 31 അവരുടെ ആസ്തികളും ബാധ്യതകളും എന്താണെന്ന് കണക്കെടുപ്പ് നടത്തും. ആസ്തികൾ എന്തെല്ലാമാണ് എന്ന് നോക്കും, കൊടുക്കാനുള്ളത് എന്തെല്ലാമാണെന്ന് നോക്കും. എന്നിട്ട് ഇത് ലാഭമാണോ നഷ്ടമാണോ, ഏതാണ് കൂടുതൽ? കൂടുതൽ ആസ്തികളുണ്ടെങ്കിൽ അത് ലാഭമാണ്, ബാധ്യതകളാണ് കൂടുതലെങ്കിൽ അത് നഷ്ടമാണ്. നഷ്ടമുള്ള കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. കണക്കെടുപ്പ് നടത്തും. നമ്മുടെ ജീവിതത്തിലെ നാം കണക്കെടുക്കേണ്ട സമയമായിരിക്കും. ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക് വരേണ്ട സമയമായിരിക്കും. മുഴുവൻ നഷ്ടക്കച്ചവടമായി തീരുന്നതിന് മുമ്പ് കണക്കെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സമ്പാദ്യം ഈ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചാലും അതെല്ലാം പൂജ്യങ്ങളായിരിക്കും.
കാരണം നിത്യതയിൽ ഈ ഭൂമിയിലെ കറൻസിക്ക്, ഈ ഭൂമിയിലെ ഒരു കറൻസിക്കും, ഒരു രൂപയ്ക്കും, ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തുവിനും നിത്യതയിൽ യാതൊരു വിലയുമില്ല. നിത്യതയിൽ യാതൊരു വിലയുമില്ലാത്ത സാധനവുമായിട്ട് നമ്മൾ നിത്യതയിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മൾ മൂഢന്മാരായിരിക്കും. എന്താണ് നിത്യതയിൽ വിലയുള്ളത്? നിത്യതയിൽ വിലയുള്ളത് സ്നേഹത്തിനാണ്. ദൈവത്തിൽ നിന്ന് മാത്രമേ ആ ദൈവിക സ്നേഹം ലഭിക്കുകയുള്ളൂ. നാം സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹവും കരുണയുമാണ്. അത് ദൈവത്തിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. നാം ദൈവത്തിൽ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹവും കരുണയും നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകും. അപ്പോൾ നിത്യതയിൽ നമ്മുടെ വിലയുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് നാം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ്, നന്മയുടെ പ്രവൃത്തികളാണ്. ഹാലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിനക്കുള്ള വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകും. നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി സമ്പത്ത് സ്വരൂപിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ജീവിതം ഏതാനും നാളുകൾ കൂടിയേ ഉള്ളൂ. എണ്ണാവുന്ന മാസങ്ങളോ വർഷങ്ങളോ മാത്രമേ ഉള്ളൂ. എന്നാൽ നിത്യത എന്നേക്കുമുള്ളതാണ്. കോടാനുകോടി വർഷങ്ങളെ ഒരു മാറ്റവുമില്ലാതെ അനുഭവിക്കേണ്ടതാണ്. അത് ദൈവത്തോടുകൂടി സ്വർഗത്തിലാണെങ്കിൽ അത് എത്രയോ ആനന്ദമായിരിക്കും. അതിനായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ നാം തിന്മ തിരഞ്ഞെടുത്ത് നാശത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത തീ നരകത്തിൽ നാം എന്നേക്കുമായി അകപ്പെടുമെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഇന്ന് ആ ദൈവവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണം. അങ്ങേ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കും. എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പാവങ്ങൾ എന്നോട് ക്ഷമിക്കുന്നു. എൻ്റെ കർത്താവായി അങ്ങ് വരണം. എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണം. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയംഗമായി നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിത്യമായ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനമായി തീരും. നിത്യമായ ജീവിതത്തിന് നിങ്ങൾക്കത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് ആ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിത്യമായ ഈ ഭൂമിയിലെയും നിത്യതയിലെയും നന്മയ്ക്ക് വേണ്ടി ആ നല്ല തീരുമാനം എടുക്കുവാൻ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യും. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും വഴിത്തിരിവിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.